മധ്യകേരളത്തിലെ വാർത്തകളിൽ പ്രധാനം തൃപ്പൂണിത്തുറ പുതിയകാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. സ്ഫോടനം നടന്ന സ്ഥലത്തിന് വിദഗ്ധ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തും. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. അതേസമയം ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ മർദ്ദിച്ച വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇഡി സമൻസിനെതിരെ തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇഡിക്ക് മുന്നിൽ തോമസ് ഐസക് ഇന്ന് ഹാജരാകാനും സാധ്യതയില്ല. ഇവരുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഇവിടെ മധ്യകേരളത്തിന് പ്രധാനമായും 3 വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം പുതിയകാവിലെ ഇന്നലെ നടന്ന ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. തൃപ്പൂണിത്തുറ തെക്കുംഭാഗത്തെ ആ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്, സംഭവ സ്ഥലത്തടക്കം ഇന്ന് പരിശോധനകൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ വിവരങ്ങൾ കൂടി. സുരേഷ്, തൃപ്പൂണിത്തുറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് പ്രധാനമായിട്ടും കൊച്ചിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകുവാനുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 2 ക്ഷേത്രം ഭാരവാഹികൾ, അതായത് ദേവസ്വം ഭാരവാഹികളും 2 കരാർ ജീവനക്കാരും, അതായത് ഈ വെടിക്കെട്ട് സാമഗ്രികൾ കരാർ എടുത്ത 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേരിലേക്ക് ഇന്ന് അറസ്റ്റ് നീളുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ സംഭവ സ്ഥലത്ത്, ഈ സ്ഫോടനം നടന്നിട്ടുള്ള സ്ഥലത്ത് വിദഗ്ധ സംഘം ഇന്ന് എത്തി പരിശോധന നടത്തും. വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനം ഏകദേശം അതിന്റെ ആഘാതം 2 കിലോമീറ്റർ ചുറ്റളവിലേക്ക് നീളുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 270-ലേറെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. 50-ലേറെ വീടുകൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പ് നിലവിൽ കണക്കുകൾ എത്രത്തോളമാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകൾ, അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അടക്കം ചുമത്തിക്കൊണ്ടാണ് ദേവസ്വം ഭാരവാഹികൾക്കെതിരെയും ഈ വെടിക്കെട്ട് സാമഗ്രികൾ കൊണ്ടുവന്ന കരാറെടുത്ത ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ, അതായത് ഈ സ്ഫോടനത്തിൽ 2 പേർ മരിക്കുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ 25 പേരും വിവിധ ആശുപത്രികളിൽ, ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുന്നു. ഇന്നലെ 10:30യോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. ഈ വെടിക്കെട്ട് സാമഗ്രികൾ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് സാമഗ്രികൾ ഇറക്കുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായത്. ടെമ്പോ വാനിലാണ് ഈ സാമഗ്രികൾ കൊണ്ടുവന്നത്. ആ ടെമ്പോ വാനിൽ നിന്ന് ഈ വെടിക്കെട്ട് സാമഗ്രികൾ കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് ഇറക്കുന്ന വേളയിൽ ഉഗ്ര ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ വാഹനത്തിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടാണ് ഈ സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വിദഗ്ധ സംഘം പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ദേവസ്വം പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നീ 3 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവർ ഒളിവിലാണ്. ഇവരെ തിരയുകയാണ് നിലവിൽ. എന്തായാലും കേസ് അന്വേഷണം കൂടുതൽ നീളുന്ന, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുന്ന ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഈ ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിശദാംശങ്ങൾ, വിവരങ്ങൾ ഏത് തരത്തിലാണ്? സുരേഷ്, 25 പേർക്കാണ് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ തന്നെ 2 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകിയിട്ടുള്ള സൂചന. നേരത്തെ തന്നെ ഈ എല്ലാ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്ന് മിനിസ്റ്റർ അടക്കം നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ആണ് ഇവരൊക്കെ തന്നെ ചികിത്സയിൽ തുടരുന്നത്. പലർക്കും ഈ സ്ഫോടനത്തിൽ വളരെ വലിയ രീതിയിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ തന്നെയാണ് പരിക്കേറ്റവരിൽ ഏറെയും. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം വിപുലപ്പെടുത്തിക്കൊണ്ടാണ് സംഘം നീങ്ങുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റിലേക്ക് ഇന്ന് കൂടുതൽ അറസ്റ്റും ഒപ്പം തന്നെ മറ്റ് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളും ഇന്നുണ്ടായേക്കും സുരേഷ്.